അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളിലേക്ക് തീരെ തിരിഞ്ഞു നോക്കുകയില്ല. പരിശുദ്ധ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവരോട് സംസാരിക്കുകയോ റഹ്മത്തിന്റെ കരുണയുടെ നോട്ടം അവരിലേക്ക് നോക്കുകയോ ചെയ്യുകയില്ല. ഈ സമയം മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണു നബിയെ അവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം അഹങ്കാരത്തോടെ വസ്ത്രം ഞെരിയാണിക്കു താഴെ ഇറക്കുന്നവർ. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ പാൻസ് ധരിക്കൽ, അത് ധരിക്കുന്ന പുരുഷന്മാർ നഗ്നത വെളിവാക്കുക എന്ന തെറ്റിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഏതു വസ്ത്രമായാലും പുരുഷന്റെ ഞെരിയാണിക്ക് താഴെ ഇറക്കൽ ഭൂഷണമല്ല. അത് അഹങ്കാര ഭാവത്തോടുകൂടെയാണെങ്കിൽ നിഷിദ്ധവും അല്ലെങ്കിൽ കറാഹത്തുമാണ്. പുരുഷൻ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം മറയ്ക്കണം. ഇത് പുരുഷന്റെ ഔറത്താണ്. ഈ ഭാഗം മുഴുവനും മറഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യം വരാൻ വേണ്ടി പൊക്കിളിൽ നിന്നും മുട്ടിൽ നിന്നും അല്പം മറക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ നഗ്നത പ്രദർശിപ്പിച്ചു നടക്കരുത്. നിസ്കാരവേളകളിലും അല്ലാത്തപ്പോഴും നഗ്നത നിങ്ങൾ മറക്കണം. അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്കുത്തായ വസ്ത്രം ഇറക്കുന്നവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിന്റെ നറുമണം 1000 വർഷത്തെ വഴിദൂരത്തേക്ക് വരെ അടിച്ചു വീശും. എന്നാൽ അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്കുത്തായ വസ്ത്രം ഇറക്കുന്നവന് ആ നറുമണം എത്തുകയില്ല. 3 വിഭാഗം ആളുകളിൽ രണ്ടാമത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ചെയ്ത നന്മ എടുത്തു പറയുന്നവൻ. വ്യക്തികൾക്കോ സമൂഹത്തിനോ താൻ ചെയ്ത നന്മകൾ, സ്വതക്കകളാവട്ടെ മറ്റു ഖൈറായ കാര്യങ്ങളാവട്ടെ, അത് എടുത്തു പറയുക. അതിൽ അവന്റെ മനസ്സിനൊരു ആനന്ദം ലഭിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയല്ല, മറിച്ച് ജനങ്ങൾ എന്നെക്കുറിച്ച് അറിയണം, എന്നെക്കുറിച്ച് സംസാരിക്കണം എന്ന ചിന്തയോടുകൂടെ കൊടുക്കുന്നവർ, അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും നോക്കുകയില്ല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കള്ള സത്യം ചെയ്തുകൊണ്ട് തന്റെ കച്ചവട ചരക്ക് വിറ്റഴിക്കുന്നവൻ. നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായ ഒരു കാര്യം കൂടിയാണിത്. ചില ചെറിയ കച്ചവടക്കാർ മുതൽ വലിയ ബിസിനസ് കമ്പനികൾ വരെ സമൂഹത്തിനെ വഞ്ചിക്കുന്ന പല വാർത്തകളും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരം ദർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ട്രേഡിംഗ് മേഖലകളിലൂടെ ഉപഭോക്താക്കളെ പറഞ്ഞു പറ്റിച്ച് കള്ളസത്യങ്ങൾ ചെയ്തുകൊണ്ട് ആകർഷിക്കുകയും പ്രൊഡക്റ്റ് കയ്യിലെത്തുമ്പോൾ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നവരിലേക്ക് അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ 3 വിഭാഗം ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്മ തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.